മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് വചനം പങ്കുവെക്കുമ്പോൾ ഈ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാമൂഹിക സംഭവത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അവിടെ കുഴൽക്കിണർ അടിക്കുകയാണ് അച്ഛാ, പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. കുഴൽക്കിണർ അടിച്ചു. പിറ്റേ ദിവസമാണ് അയാൾ വിളിക്കുന്നത്, അച്ഛാ വെള്ളം കിട്ടിയെന്ന്. ഞാൻ ചോദിച്ചു എത്ര അടിക്ക് വെള്ളം കിട്ടി? അപ്പോൾ അയാളോട് പറഞ്ഞ കണക്ക് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അച്ഛാ 800 അടിക്ക് അച്ഛാ വെള്ളം കണ്ടത്, 1000 അടി ഒരു താത്തി അച്ഛാ. അപ്പോൾ 1000 അടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര മീറ്ററുകൾ താഴോട്ട് താന്നിട്ടാണ് വെള്ളം. ഞാൻ ചോദിച്ചു ഇവിടേക്ക് അങ്ങനെ കേൾക്കാറില്ലല്ലോ, ഇവിടെയൊക്കെ കൂടി വന്നാൽ 200, 250, 300, 400 അപ്പോൾ പറഞ്ഞു ചേച്ചാ വെള്ളം താന്നുപോയി, ഇത്രയും അടി താത്തിയാലേ വെള്ളം കിട്ടുകയുള്ളൂ, ജലക്ഷാമം രൂക്ഷമാകുന്നു എന്നൊരു സൂചനയായിരുന്നു അത്. ഈ ദിവസങ്ങളിൽ വയനാട്ടിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. അവിടെ പുൽപ്പള്ളി ഏരിയയിൽ ധ്യാനിപ്പിച്ചപ്പോൾ, ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അച്ഛനും ജനവും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാന്നാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാലാവസ്ഥയുള്ള ഭാഗമാണ് വയനാട്. ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് വയനാടിൻ്റെ കുളിരും മഞ്ഞുമൊക്കെ ഒരു ഊട്ടിയോട് ചേർന്ന് നിൽക്കുന്നു. ഇത്രയും സുന്ദരമായ കാലാവസ്ഥയുള്ള വയനാട് വരണ്ടുണങ്ങുകയാണ്. വയനാട്ടിൻ്റെ പുൽപ്പള്ളി ഭാഗത്തും അതിനോട് ചേർന്ന് നിൽക്കുന്ന കർണാടക ഭാഗത്തും കൃഷി ചെയ്യാൻ പോയ, ഇഞ്ചി കൃഷിക്ക് പോയ മലയാളി കർഷകർ കരഞ്ഞാണ് തിരിച്ചു വരുന്നത്. മഴ പെയ്യാത്തതിൻ്റെ പേരിൽ ഇഞ്ചി മണ്ണിൽ ഉണങ്ങിപ്പോയി, കരിഞ്ഞുപോയി, മഴയില്ല. അതായത് ജലക്ഷാമം, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ, മഴയില്ലാത്ത അവസ്ഥയിൽ കേരളം കരയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ കുറച്ച് പേരുടെ വീടുകളിൽ കിണർ കാണാം, കുറച്ച് പേർക്ക് വെള്ളം കിട്ടുന്ന സുലഭമായ സ്രോതസ്സുകളുണ്ടാകാം. പക്ഷേ മഹാഭൂരിപക്ഷം മലയാളികളും ഈ വർഷം കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് ജലത്തിൻ്റെ ദാരിദ്ര്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ,
40-ലധികം പുഴകൾ ഒഴുകുകയും എല്ലാ സ്ഥലത്തും പച്ചപ്പ് നിന്നിരുന്ന ഒരു കേരളമാണ് വരണ്ടുണങ്ങുന്നത്. ഇതാ ജനുവരി മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ കിണറുകൾ വറ്റിത്തുടങ്ങി, പുഴകൾ നൂലുപോലെയായി, തോടുകളിൽ വെള്ളമില്ല, കുടിവെള്ളം കിട്ടാനില്ലാതെ ആളുകൾ വിഷമിച്ചു തുടങ്ങി. ഈ മാസങ്ങളിലൊന്നും ഒരിക്കലും ഉണ്ടാകാത്ത ചൂട് നമ്മൾ അനുഭവിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ, ഇനിയുള്ള 2-3 മാസങ്ങൾ, സാധാരണ കാലവർഷം വരുന്ന ജൂൺ മാസം വരെയുള്ള മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങൾ, 100 ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? പ്രത്യേകിച്ച് പരീക്ഷാ കാലമൊക്കെ വരാൻ പോവുകയാണ്. അതിനിടയ്ക്ക് സർക്കാർ പറയുന്നു ഡാമുകളിൽ വെള്ളമില്ല, വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമെന്നൊക്കെ. വൈദ്യുതി കൂടി ഇല്ലെന്നായിക്കഴിഞ്ഞാൽ നമ്മൾ വെന്ത് പുഴുങ്ങി ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് മലയാളികൾ എത്തില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഗൗരവം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ദിനങ്ങളിൽ നമ്മുടെ മലയാളി സമൂഹം ഒന്നിച്ചു ചേർന്ന് വളരെ ഗൗരവമായി ഈ ദൗർബല്യത്തെ നേരിടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. എന്ത് കാരണം കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ കുറേ അധികം സംസാരിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും. ശാസ്ത്രജ്ഞന്മാരും സാമൂഹിക പ്രവർത്തകരൊക്കെ അതിന് ഉത്തരങ്ങൾ കണ്ടെത്തട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പ്രത്യേകമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകളായും നമ്മൾ അനുവർത്തിച്ച് വന്ന തെറ്റായ ശൈലികളുടെ ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കുറേ കാലങ്ങളായി നമ്മുടെ തണ്ണീർത്തടങ്ങളൊക്കെ നികത്തിയും കെട്ടിടങ്ങൾ പണിതും പുഴകളും തോടുകളൊക്കെ നിരത്തിയും അത് ഒതുക്കി കെട്ടിയൊക്കെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ തടഞ്ഞപ്പോൾ നമ്മൾ ഈ ദുരന്തം മുമ്പിൽ പോലും കണ്ടില്ല. ചുറ്റിലും വെള്ളം കിടക്കുന്ന, ഇഷ്ടം പോലെ മഴ പെയ്യുന്ന, കുത്തൊഴുകി പോകുന്ന ഒരു ശൈലി നമ്മൾ കണ്ടേക്കുന്നത്. ജൂൺ മാസങ്ങളിലൊക്കെ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ തോട്ടിലൂടെ ഒഴുകുമ്പോൾ ആർത്തലച്ച് നിന്ന കുഞ്ഞു ബാല്യങ്ങളൊക്കെ ഇനി ഓർമ്മകൾ മാത്രമാകാൻ പോവുകയാണ്. ഈ വർഷം ജലത്തിൻ്റെ ഉപയോഗത്തെ നമ്മൾ പരിമിതപ്പെടുത്തണം. ഒരു സാധാരണ ചേട്ടൻ കുളി കഴിഞ്ഞിട്ട് ഒരു തോർത്തുമുണ്ട് കഴുകിയെടുക്കുകയാണ്. നമുക്കറിയാം, കുളിച്ചു കഴിഞ്ഞാൽ തോർത്തുമുണ്ടിന് ഒരു 40 രൂപ വില. 15 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റാണ്. ഈ ബക്കറ്റിൻ്റെ അകത്ത് ഒരു തോർത്തുമുണ്ട് അതിൽ പിഴിഞ്ഞിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെടുന്നത് എന്താ? 10 ലിറ്റർ വെള്ളം. പ്രിയപ്പെട്ടവരെ, 10 ലിറ്റർ വെള്ളത്തിന് ഇന്ന് മാർക്കറ്റ് വില 10 രൂപ വെച്ച് കൂട്ടിയാൽ 100 രൂപ വരും. ഇനി 5 രൂപ വെച്ച് കൂട്ടിയാലും 50 രൂപ വരും. അതായത് ഒരു തോർത്തുമുണ്ട് ഒന്നുകൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ 50 രൂപയുടെ വെള്ളം നഷ്ടപ്പെടുത്തിയത്. ഞാൻ ചോദിച്ചു, അതൊരു എത്രയോ ലാഭം ആ തോർത്തുമുണ്ട് കത്തിച്ച് കളയുന്നത്? വെള്ളം നഷ്ടപ്പെടുകയല്ലോ. നമ്മൾക്ക് പലപ്പോഴും ഈ വെള്ളത്തിൻ്റെ വില അറിയാതെ എത്രമാത്രം വെള്ളമാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുത്തണം, ഈ മാസങ്ങളിൽ വരുത്തണം എന്നാണ് എനിക്ക് നിങ്ങൾ ഓർപ്പിക്കണം. ഒന്ന്, വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെ നമ്മൾ സംരക്ഷിക്കണം. വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ, പ്രത്യേകിച്ച് കിണറുകൾ, കുളങ്ങൾ, തോടുകൾ, പുഴകൾ, ഇത് സംരക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിലൊക്കെയുള്ള കിണറുകളൊക്കെ ഈ കാലഘട്ടം ഒന്നുകൂടെ തേകി വൃത്തിയാക്കി അത് ഉപയോഗിക്കാൻ പഠിക്കണം. തോടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ തോടുകളൊക്കെ കെട്ടി കറക്റ്റാക്കി നമ്മൾ വെള്ളത്തെ മുന്നോട്ട് ഒഴുകാൻ സമ്മതിക്കണം. തോടിൻ്റെ എരമ്പിലൊക്കെ നിൽക്കുന്ന ചാലുകളിലൂടെയൊക്കെ വെള്ളം ഒഴുകി വരട്ടെ. അതൊന്നും പ്ലാസ്റ്റിക് ഇട്ടും ചപ്പിയവരിട്ട് നശിപ്പിക്കരുത്. ഉറവ കണ്ണുകൾ കത്തിച്ച് കളയരുത്. നമുക്കറിയാം, ഏത് തോടും ഏതെങ്കിലും മലയുടെ താഴ്വാരങ്ങളിൽ പൊട്ടി ഒഴുകുന്നതാണ്. ഒരു കവിഭാവനെ കണ്ടു കഴിഞ്ഞാൽ ഈ മലയുടെ മാറിടത്തിൽ ചുരന്നൊഴുകുന്ന പാലരുവികളാണ് ഓരോ പുഴയും. അതുകൊണ്ട് തന്നെ ആ മാറിടം നശിപ്പിക്കരുതെന്ന് പറഞ്ഞു വെക്കുന്ന പോലെ തന്നെ ഈ ഉറവ കണ്ണുകൾ നശിപ്പിക്കരുത്. അവിടെ പ്ലാസ്റ്റിക് ഇട്ടാൽ, അഗ്നി ഒരുപാട് പടർന്നാൽ ആ കാലഘട്ടങ്ങളിൽ തോട്ടിൽ വെള്ളം കുറയും. ഞാനിങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ കണ്ണൂർ ജില്ലയിൽ വളരെയധികം ആളുകൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൈതൽ മല. ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൈതൽ മലയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. അവർ മുകളിൽ കയറും, ചിലപ്പോൾ തീയിടും, കത്തിക്കും, പ്ലാസ്റ്റിക് ഉപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ സൗന്ദര്യമുണ്ടായിരുന്ന ആ മല, അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ ധാരാളം പുഴകൾ ഒഴുകി തുടങ്ങുമായിരുന്നു, ചെറിയ തോടുകൾ. ആ ഒഴുകുന്ന ചെറിയ തോടുകളൊക്കെ ഒഴുകി അത് ആലക്കോട് പുഴയായി മാറി മുന്നോട്ട് ഒഴുകി വന്ന് കുപ്പം പുഴയായി കടൽ ചെന്ന് ചേരുക. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ടൂറിസ്റ്റുകൾ മലയ്ക്ക് തീയിട്ടപ്പോൾ
മലയുടെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടപ്പോൾ ഉറവക്കണ്ണുകൾ കത്തിക്കരിഞ്ഞപ്പോൾ ഇപ്പോൾ തോടുകളിൽ വെള്ളമില്ല. തോടുകളിൽ വെള്ളമില്ലാത്തതിന് പുഴയിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ ഒഴുകി വരുന്ന വിശാലമാകുന്ന കുപ്പം പുഴയിൽ വെള്ളമില്ല. കടലിലേക്ക് ഒഴുകുന്ന വെള്ളവും കുറഞ്ഞു പോയി. അതായത് ഉറവകളുടെ സ്രോതസ്സുകൾ നമ്മൾ സംരക്ഷിക്കണം. പ്രത്യേകിച്ച് അവിടെ തീയിടരുത്. ആ ഉറവകളെ വളർത്തിയെടുക്കുന്ന ഈറ്റ, ചെറിയ മരങ്ങളൊന്നും കൊത്തി കണ്ടൽ ചെടികളൊന്നും നശിപ്പിക്കരുത്. അതിനേക്കാൾ ഉപരിയായി അവിടെയൊക്കെ വെള്ളം സുഗമമായി ഒഴുകാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം. നമ്മുടെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെ സംരക്ഷിക്കണം. പുഴ ഒഴുകട്ടെ. പുഴയിൽ ചപ്പും ചവറിട്ട് പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുത്. ചില ആളുകളൊക്കെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വെള്ളം മുഴുവൻ അടിച്ച് കയറ്റിയെടുക്കരുത്. അത് ഒഴുകട്ടെ, എല്ലാവർക്കും ആവശ്യമുണ്ടത്. അതായത് കുളങ്ങളെ സംരക്ഷിക്കണം, പുഴകളെ സംരക്ഷിക്കണം, തോടുകളെ സംരക്ഷിക്കണം, ഉറവയുടെ സ്രോതസ്സുകളെ സംരക്ഷിക്കണം. ഇതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് 3 കാര്യങ്ങളെന്ന് ഓർക്കുക. 1, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. 2, ഉറവയുടെ സ്രോതസ്സുകളിലിടുന്ന തീയ്. 3, അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന തണൽ മരങ്ങളുണ്ട്. ഈറ്റയാകാം, കണ്ടൽ ചെടികൾ. ഇതൊന്നും നശിപ്പിച്ച് കളഞ്ഞേക്കരുത്, എങ്കിലേ ഒഴുകുള്ളൂ. അതായത് പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമ്മൾ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ പ്രത്യേകം പരിശ്രമിക്കണം. അത് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കണം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു വെക്കും, വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ബോധപൂർവ്വം വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു 40 രൂപ 30 രൂപ വിലയുള്ള തോർത്തുമുണ്ട് കഴുകാൻ 100 രൂപയുടെ വെള്ളം ഉപയോഗിക്കണ്ട. അത് ഉപയോഗിക്കണമെങ്കിൽ അതുപോലെ പരിമിതപ്പെടുത്തണം നമ്മൾ. ഞാൻ 2-3 കാര്യങ്ങൾ പ്രായോഗികമായി നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുക. നമ്മുടെ മലയാളികൾക്ക് ഈ ശുചിത്വ ബോധം കൂടുതലാണ്. പുറമേയുള്ള ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നത്. ഉള്ളിൽ അത്രയും വൃത്തിയും വെടിപ്പും നമുക്കില്ലെങ്കിലും പുറമെ എല്ലാവരും മാന്യന്മാരടക്കും. കുഞ്ഞിന് മാഷിൻ്റെ ഒരു കവിത ഞാൻ ഓർക്കുന്നു. കഴുക നീ എന്തേ മുഖം കഴുകാത്തവർ. കഴുകിനോട് ചോദിക്കുക, ശവം കൊത്തി തിന്നുന്ന കഴുകിനോട് കവി ചോദിക്കുക, കഴുക നീ എന്തേ മുഖം കഴുകാത്തത്. അപ്പോൾ കഴുകൻ പറയും, ശവം തിന്നുന്ന ഞങ്ങൾ മുഖം കഴുകാറില്ല. ഞങ്ങൾ ശവവും മാലിന്യങ്ങളൊക്കെ തിന്നുന്നത്, ഞങ്ങളിതാ മുഖം കഴുകുന്നത്. അപ്പോൾ കവി പറയും, ഞങ്ങൾ മനുഷ്യർ അങ്ങനെയല്ല. ഞങ്ങൾ ശവവും തിന്നും, മുഖവും കഴുകും, കുളിക്കുകയും പൗഡർ ഇട്ട് നടക്കുകയും ചെയ്യും. അതായത് നമ്മുടെ പുറത്തിൻ്റെ ഒരുപാട് വൃത്തിയെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട് നമുക്ക്, ഉള്ളിലെ വിഷയം അത്ര ഇല്ലെങ്കിലും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദിവസം 2 നേരം കുളിക്കണം എന്നൊക്കെ ആര് പറഞ്ഞു? ഈ ശുചിത്വ ബോധത്തിൻ്റെ അതിഭാവങ്ങളൊക്കെ വിടണം ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് ഈ വെള്ളം ദൂർത്ത് കളയുന്ന, എപ്പോഴും മുഖം കഴുകുക, എപ്പോഴും കുളിക്കുക, 2-3 പ്രാവശ്യം കുളിക്കുക, ഈ ദൂർത്തൊക്കെ അവസാനിപ്പിക്കണം. അതുമാത്രമല്ല, നമ്മൾ കഴിയുന്നതും ശുചിയായി നടക്കണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ മലയാളിക്ക് എവിടെ കണ്ടാൽ കാലൊന്ന് കഴുകുക, കൈയൊന്ന് കഴുകുക, മുഖം ഒന്ന് കഴുകുക. എത്രമാത്രം വെള്ളം നശിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട, ധാരാളിത്തമുണ്ടെങ്കിൽ ചെയ്യാം. ഇതില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കണം. അത് ഞാൻ പറയും, പാത്രം കഴുകുന്ന സ്ഥലത്തായിരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരാൾ പല്ല് തേക്കുക. പല്ല് തേച്ചൊഴിക്കുമ്പോൾ തന്നെ ടാപ്പ് തുറന്നിങ്ങ് വെച്ചേക്കുക, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, വാ കഴുകാൻ നേരത്ത് അല്ല മുഖം തുടയ്ക്കാൻ നേരത്ത് ടാപ്പ് തുറന്നാൽ പോരെ? ആ തുറന്ന ടാപ്പ് അങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ വെള്ളത്തെ അത്ര ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമുക്ക് നിയന്ത്രിക്കാം. അതായത് അനാവശ്യമായ ജലത്തിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കണം. വെള്ളമില്ലാത്ത കാലത്തും തണുപ്പില്ലാത്ത കാലത്തുമൊക്കെ സായിപ്പൊക്കെ കണ്ടെത്തിയ ശുദ്ധീകരണ മാർഗ്ഗങ്ങളെ നമ്മൾ ഒരുപാട് പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ തിരിച്ചറിയും, അത് മുന്നോട്ടുള്ള ലോകത്തെയും ഭാവിയെയും കണ്ട് അവർ കണ്ടെത്തിയ മാർഗ്ഗങ്ങളുടെയും കൂടെ ഭാഗമാണ് അവർ പേപ്പറുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതൊക്കെ. കാരണം വെള്ളം അത്രമാത്രം വിലപ്പെട്ടതാ തിരിച്ചറിയാം. ഇനി നമ്മുടെ നാട്ടിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നത് അതിരുകളുടെയും സ്ഥലത്തിൻ്റെയും പേരിലല്ല, വെള്ളത്തിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ജലത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഗ്രാമങ്ങൾ ജീവിക്കുന്ന അച്ഛന്മാർക്കും നേതാക്കന്മാർക്കും അതിരുകളിലെ കിണറിലെയും തോടിൻ്റെ ഒക്കെ വെള്ളത്തിൻ്റെ മധ്യസ്ഥം പറയാൻ നേരം കാണുകയുള്ളൂ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട്. ചിലപ്പോൾ ഓസ് എടുത്തെന്നും കിണറ്റിൽ നിന്ന് വെള്ളം കൊടുത്തില്ലെന്നൊക്കെയുള്ള എത്രയോ പരാതികൾ വരാൻ പോവാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തെ ക്രമീകരിക്കണം. 1, കുളിക്കാനുള്ള വെള്ളം ഉപയോഗം ക്രമീകരിക്കണം. മുഖം കഴുകാൻ, കാലും കൈയും കഴുകാനൊക്കെയുള്ള ഇതെല്ലാം വേണം. പക്ഷേ അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കി കളയരുത് നമ്മൾ.
അത് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തും ഭക്ഷണം കഴുകുന്ന സ്ഥലത്തും അല്ലെ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ വേണം ആവശ്യത്തിന് മാത്രം വെള്ളം. അനാവശ്യമായി ഒരു തുള്ളി വെള്ളം പോലും കളയരുത്. നമ്മൾ വെള്ളത്തെ ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തണം. പ്രിയപ്പെട്ടവരെ, മലയാളിക്ക് മാറാൻ സാധിക്കും. നമ്മൾ ചില ശീലങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നില്ലേ? നമ്മൾ എത്രയോ പെട്ടെന്ന് പ്രകൃതിയുമേ ഇണങ്ങി പുതിയ പുതിയ ശീലങ്ങളിലേക്ക് എത്തി. എങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജലത്തിൻ്റെ ഉപയോഗത്തെ പ്രത്യേകമായി ക്രമീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും പുറത്തെവിടെയായിരുന്നാലും വെള്ളത്തിൻ്റെ ഉപയോഗത്തെ ക്രമീകരിക്കുന്നുണ്ട്. ടാപ്പ് തുറന്നാണ് കിടക്കുന്ന നോക്കണം. പ്രത്യേകിച്ച് ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജലവിഭവത്തിലെ ജോലിക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ നഗരം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ടാപ്പ് പൊട്ടിയൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്ന കാണാറുണ്ട്. അങ്ങനെ കണ്ടാൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രം കുറ്റം പറയാൻ നിൽക്കേണ്ട, നമുക്ക് അതിനകത്ത് ഇടപെടണം, നിർത്താൻ നോക്കണം, വിളിച്ച് പറയാനെങ്കിലും സാധിക്കണം. അതുപോലെ തന്നെ ചെടികൾ അമിതമായി നനയ്ക്കുന്നത്, വാഹനങ്ങൾ കഴുകുന്നത്, അല്ലെങ്കിൽ വെള്ളം മലിനമാക്കുന്നത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് വെള്ളം മലിനമായി കഴിഞ്ഞാൽ ആ ഒരു നാടിൻ്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ വരെ പോകും. കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിൻ്റെ അടുത്തെത്തി. ശക്തികുളങ്ങരയ്ക്ക് അടുത്തെത്തുമ്പോൾ പറഞ്ഞു അവിടെ പോലും വെള്ളത്തിന് കുറവ് സംഭവിച്ചു തുടങ്ങി. പ്രകൃതി ഒഴുക്കി തന്ന ആ വലിയ തടാകത്തിലെ വെള്ളം പോയാൽ കൊല്ലം ജില്ല വരണ്ടു തുടങ്ങും. അത് സംരക്ഷിക്കേണ്ടത് നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനാവശ്യമായി വെള്ളം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരു സ്ഥലത്തും വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. നമ്മുടെ വീടുകളിൽ നിന്നാകാം, ഓഫീസുകളിൽ നിന്നാകാം, ഏത് മേഖലയിൽ നിന്നേക്കും. ജലസംരക്ഷണത്തെക്കുറിച്ച് വലിയൊരു അവബോധം നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നത്. പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ഓരോ വ്യക്തിയും ഓർക്കണം, ഇത് തീരാൻ പോകുന്ന സ്രോതസ്സാണ്. നമുക്കറിയാം, ഇപ്പോൾ സർക്കാർ തന്നെ പരസ്യം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? എണ്ണ തീരും, അതുകൊണ്ട് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണമെന്നും. പക്ഷെ അതിനേക്കാൾ ഗൗരവമായി ഞാൻ പറയും, ജലം തീരും. ജലത്തിൻ്റെ ഉപയോഗം ഇന്ന് കുറച്ചാൽ കുറേ കാലം കൂടിയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും വളരെയധികം വില കൊടുക്കേണ്ടി വരും. ഓരോ വ്യക്തിയും ഓർക്കണം, ഇത് സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഓരോ വ്യക്തിയും ഓർക്കണം, ഞാൻ വെള്ളം ഏറ്റവും മിനിമം ഉപയോഗിക്കാവുള്ളൂ. എനിക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് മുഖം കഴുകാമെങ്കിൽ ഞാൻ 2 കപ്പ് വെള്ളം എടുക്കില്ല. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിക്കാമെങ്കിൽ ഞാൻ 2 ബക്കറ്റ് വെള്ളം എടുക്കില്ല. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തുണി കഴുകാമെങ്കിൽ 2 ബക്കറ്റ് വെള്ളത്തിൽ ഞാൻ പോകില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയാൽ നമുക്ക് എത്രയോ വലിയ നഷ്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ സമൂഹത്തിലുള്ള വ്യക്തികൾ സ്വയം ഒരു അവബോധത്തിലേക്ക് എത്തണം. പ്രിയപ്പെട്ടവരെ, ഈ സ്വരം കേൾക്കുന്ന ഓരോ മകനും മകളും ഓർക്കണം, ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് ജലം. ജലത്തിൻ്റെ മീതി ആത്മാവ് പറന്നു നടന്നിരുന്നത്. അതുകൊണ്ട് ആ ജലം സംരക്ഷിക്കാനുള്ള ദൗത്യങ്ങളിൽ നമ്മളെല്ലാവരും പങ്കുവരണം. ഈ ദിവസങ്ങളിൽ ഇടവകളിലാകാം, ചെറിയ സമൂഹങ്ങളിലാകാം, എല്ലാ പ്രദേശത്തും ഈ ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകളും പങ്കുവയ്ക്കലും ഉണ്ടാകണം. എത്രമാത്രം ക്ലാസ് കേട്ടാലും എത്രമാത്രം പ്രസംഗം കേട്ടാലും നമുക്ക് ബോധ്യമായില്ലെങ്കിൽ നമ്മൾ മലയാളി ഒന്നും മാറില്ല. എങ്കിൽ ഈ ദിവസം വ്യക്തിപരമായി ഓരോരുത്തരും ഓർക്കണം, ഞാൻ ജലത്തെ സൂക്ഷിക്കേണ്ടതാണെന്ന്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ തീഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മാനഭാവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെത്രയോ നിസ്സഹായരാണ്, നിസ്സാരരാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ ഏറ്റവും തീഷ്ണമായി കർത്താവെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി എത്രയോ മാസങ്ങൾ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ശക്തമായ വരൾച്ചക്കാലം വരാൻ പോകുന്നു. ഡാമുകളിലും പുഴകളിലും വെള്ളമില്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് ജലത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് മഴയാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് മഴ പൊഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കും, കൊച്ചു കൊച്ചു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു നാടിന് മുഴുവന് വേണ്ടിയും ഒരു സമൂഹത്തിന് മുഴുവന് വേണ്ടിയും മഴ കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. പള്ളികളിലും കോൺവെൻറ്റുകളിലും പ്രാർത്ഥനാ സമ്മേളനങ്ങളിലൊക്കെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ മാസങ്ങൾ ഉയരണം. നമ്മുടെ നാടിന് വേണ്ടിയുള്ളതാണ്. ഇല്ലെങ്കിൽ മഴയൊക്കെ കിട്ടാതെന്നാൽ തമിഴ്നാട് പോലെയും ആന്ധ്ര പോലെയും കുറച്ചുകൂടി കഴിഞ്ഞാൽ രാജസ്ഥാൻ പോലെയും നമ്മുടെ ഈ മനോഹരമായ കേരളം മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കണമേ എന്നും. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തെന്നും, ഏലിയ മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യാതിരുന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ഗ്രാമങ്ങളിലെ മനുഷ്യർ ഇന്നും പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുമെന്ന്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കും. പാച്ചോറ് വെച്ചും പരിഹാര പ്രദക്ഷിണം നടത്തിയും മുട്ടിലഴഞ്ഞും കുരിശിൻ്റെ വഴിയല്ലിയും
കരുണയുടെ പ്രാർത്ഥന നടത്തിയും മഴയ്ക്ക് വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ഓരോ മകനും മകളും ജാഗ്രത പുലർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. ഇന്നിപ്പോൾ തുടങ്ങിയാൽ നമുക്ക് ഈ വേനൽക്കാലത്തെ അതിജീവിക്കാൻ സാധിച്ചേക്കാം. ഉറുമ്പുകൾ പോലും അടുത്ത കഷ്ടകാലത്തിന് വേണ്ടി അരിമണികൾ ശേഖരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വചനം പഠിപ്പിക്കുന്നില്ലേ? എങ്കിലും നമ്മളും ഓർക്കണം, അടുത്ത വേനൽ വറുതികളിലേക്ക് പോകാതിരിക്കാണ്ട് നമ്മൾ ഇന്ന് നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം അയക്കണമേ, അങ്ങയുടെ ശക്തി അയക്കണമേ, അങ്ങയുടെ വാത്സല്യം അയക്കണമേ. ഞങ്ങൾ വ്യക്തികളും കുടുംബങ്ങളും ഞങ്ങളുടെ നാടും അനുഭവിക്കുന്ന ഈ വരൾച്ചയുടെ ദിനങ്ങളിലേക്ക് കരുണയാകണമേ. എത്രയോ വ്യക്തികളും പ്രദേശങ്ങളുമാണ് കർത്താവ് വരണ്ടുണങ്ങി തുടങ്ങിയിരിക്കുന്നത്. വെള്ളമില്ലാതെയും കുടിവെള്ളം പോലും ഇല്ലാതെയും വിഷമിക്കുന്ന അനേക കാര്യങ്ങൾ ഓർക്കുന്നു. എല്ലാവരുടെ മേലും കരുണയാകണമേ, മഴ പെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഴ പെയ്ച്ചു കൊടുത്ത് ഞങ്ങളുടെ പ്രകൃതി അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ തീഷ്ണതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ. നല്ല മഴയും നല്ല കാലാവസ്ഥയും ജലത്തിൻ്റെ ലഭ്യതയും എല്ലാം ഞങ്ങൾക്കിടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചിരണം പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ഭവനത്തെയും ഈ സമൂഹത്തെയും ഇവിടെയുള്ള എല്ലാവരെയും അങ്ങേ പക്കലേക്ക് സമർപ്പിക്കുന്നു. രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടും നൊമ്പരങ്ങളുമായി അങ്ങേ സന്നിധിയിലെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അങ്ങിപ്പോൾ തക്കൽ പാർക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന വാഗ്ദാനം അങ്ങ് പൂർത്തിയാക്കണമേ. കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്നവരും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുമായ എല്ലാവരെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ വലിയ കാരുണ്യവും കൃപയും ചെറിയുവാനായി, അങ്ങേ സാന്നിധ്യം ശക്തിയാർജിക്കുവാനായി ഞങ്ങൾ ഒന്നിയെ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്ര, യേശുവേ സ്തോത്ര, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മുടെ കൈകൾ കൂപ്പി നിന്ന് തമ്പുരാൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കും. ദൈവത്തെ ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് മനസ്സിൽ തമ്പുരാൻ്റെ നന്മകൾ ഓർത്തുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ